അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ അടുത്ത കണക്ക് ചെയ്യുകയാണ്. നമ്മൾ 41ാമത്തെ കണക്ക് 40 വരെ നമ്മൾ 40ാമത്തെ കണക്ക് നമ്മൾ ചെയ്യുന്നില്ല, മുമ്പ് ചെയ്ത അതേ രൂപത്തിലുള്ള കണക്കാണ്. പക്ഷേ 41ാമത്തെ കണക്ക് എന്താണെന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം അത് വെയ്റ്റഡ് ആവറേജ് ആണ്. ഇപ്പോൾ വെയ്റ്റഡ് ആവറേജ് എന്തായാലും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കണക്ക് നമുക്കൊന്ന് ചെയ്യാം. വെയ്റ്റഡ് ആവറേജിൽ എങ്ങനെയാണ് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കി വെക്കേണ്ട സംഭവം അത്ര മാത്രമേ ഉള്ളൂ. 2 years പർച്ചേസ് ആണെന്ന് നോക്കി വെക്കുക. പിന്നെ വെയ്റ്റ് 1, 2, 3. ഓക്കെ. അപ്പോൾ വെയ്റ്റഡ് ആവറേജിൽ വന്ന കണക്ക് നമ്മൾ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് എന്താക്കുന്നുണ്ട്, ഒന്നിവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന് നോക്കുക. $2019, 2020, 2021. ഓക്കെ. 70,000, 1,00,000, 70, 1,10,000. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പിന്നെ വെയ്റ്റും തന്നിട്ടുണ്ട് 1, 2, 3. ഓക്കെ, വെയ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്താക്കിയാൽ മതിയെന്നോ, ഈ വെയ്റ്റ് നമ്മൾ അങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ മതി. നോക്കുക, 70,000 × 1 = 70,000 തന്നെയാണ്. 1,00,000 × 2 = 2,00,000. 1000, 10,000, ലക്ഷം. 1,10,000 × 3 = 3,30,000. ക്ലിയർ ആണോ? എന്നിട്ട് ഈ സാധനം എല്ലാം കൂടെ ഒന്ന് കൂട്ടുക. 2,70,000, 3,00,000, 3,00,000. അപ്പോൾ ടോട്ടൽ ഇവിടെ 6,00,000 കിട്ടി. 10, 100, 1000, 10,000, ലക്ഷം. 6,00,000 കിട്ടി. ഓക്കെ. ഈ 6,00,000-നെ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഈ ടോട്ടൽ വെയിറ്റ് കൊണ്ട് നമ്മൾ എന്താക്കണം, ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1, 2. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയാണ് ഇവിടെ? 6 ആണ്. അപ്പോൾ 6,00,000, 100, 1000, 10,000, ലക്ഷം. 6,00,000 ÷ 6 എത്രയാണ് കിട്ടുക? 1,00,000 കിട്ടുക. 10, 100, 1000, 10,000, ലക്ഷം. ഓക്കെ. ആ 1,00,000-നെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 2 years പർച്ചേസ് കൊണ്ട് എന്താക്കുക, ഡിവൈഡ് ചെയ്താൽ മതി. 1,00,000 × 2 = 10, 100, 1000, 10,000, ലക്ഷം. 2,00,000. ഇതാണ് ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വെയ്റ്റഡ് ആവറേജിൽ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്ത നോക്കുക, 42ാമത്തത്. ലാലു ബാലു പാർട്ണർമാരാണ്. റേഷ്യോ 3:2. പുതിയ ആൾ വരുന്നു, ജിഷ. അവൾക്ക് നമ്മൾ 1/5 നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അവൾ 1,00,000 ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. 20,000 ഗുഡ്വില്ലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എന്തുണ്ടെന്നോ, ഒരു റിസർവ് ഫണ്ട് അവിടെ കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓൾറെഡി റിസർവ് ഫണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഈ കണക്കും നമ്മൾ ചെയ്തു നോക്കാം. നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ജേണൽ എൻട്രിയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്രയാണുള്ളത്. 1, 2 ആളുകൾ ബിസിനസ് നടത്തുന്നു, അവരുടെ ഷെയർ 3:1 ആണ്. പുതിയൊരാൾ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു, അയാൾക്ക് കൊടുക്കുന്നത് എത്രയാണ്? 1/5 ആണ്. ഓക്കെ. 1,00,000 അയാൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. 20,000 ഗുഡ്വില്ലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഓൾറെഡി ഒരു 10,000 റിസർവിൽ അവിടെ കാണുന്നുണ്ട്. അപ്പം ഈ സാധനത്തെ എങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എങ്ങനെ എഴുതേണ്ടത് എന്നാണ് നമ്മൾ എന്താവുന്നത് ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കുക, ആദ്യം നമ്മൾ ഇത് കൊണ്ടുവരുന്നത്, ഇയാൾ എന്താണ് ക്യാഷ് കൊണ്ടുവരുന്നത്, ഇതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. നോക്കുക എങ്ങനെയാണ് എഴുതുകയെന്നുള്ളത്. ഒരാൾ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ ടു പ്രീമിയം ഗുഡ്വില്ല്. ഓക്കെ, ഗുഡ്വില്ല്. ഇതാണ് ജേണൽ എൻട്രി വരിക. ഇനി അയാൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത് 10, 100, 1000, 10,000, ലക്ഷം. ഇത് കൊണ്ടുവരുന്നത് 20,000 ആണ്. അപ്പോൾ ടോട്ടൽ 1,20,000. ഇതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. ഓക്കെ. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഗുഡ്വില്ലിന് എന്ത് ചെയ്യണം എന്നത്, അയാൾ കൊണ്ടുവന്ന 20,000 ഗുഡ്വില്ലുണ്ട്. ആ 20,000 ഗുഡ്വില്ലിനെ മറ്റ് 2 ആളുകൾക്ക് എന്താക്കണം, വിഹിതം വെച്ച് കൊടുക്കണം. അത് വിഹിതം വെച്ച് കൊടുക്കേണ്ട ഷെയർ ഏതാണ്? അവരുടെ സാക്രിഫൈസ് റേഷ്യോ ആണ്. ഇവിടെ ന്യൂ റേഷ്യോ എന്തായില്ല, പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓൾഡ് റേഷ്യോ ആണ് എന്ത്, സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:1 ആണ് ഓൾഡ് റേഷ്യോ. 3:1 ആണ് ഓൾഡ് റേഷ്യോ. അപ്പോൾ അത് തന്നെയാണ് ആ സാക്രിഫൈസ് റേഷ്യോ. അതിൻ്റെ കാരണം ന്യൂ റേഷ്യോ എന്തായിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, 20,000-ൻ്റെ 3/4, 20,000 × 1/4.
ഓക്കെ. അപ്പോൾ 15,000 ആണ് ഫസ്റ്റത്തെ ആൾക്ക് ഉണ്ടാകുക, 5,000 ആണ് രണ്ടാമത്തെ ആൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ ചെയ്യാൻ നോക്കുക. ഇതിവിടെ രണ്ടാളും ക്യാപിറ്റൽക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ കൂടുന്നു, അതുകൊണ്ട് ക്യാപിറ്റൽ അടിയിലാണ് വരിക. തൽക്കാലം നമ്മളിവിടെ യെസ് എന്നാണ് എഴുതുന്നത്. യെസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. അപ്പോൾ ക്രെഡിറ്റ് ഭാഗം നമ്മൾ എഴുതി 5,000. ഇനി ഇത് ഏതാണ് ഇവർ അക്കൗണ്ടിലേക്ക് ഇടുന്നത്? ഗുഡ് വിൽ അക്കൗണ്ടാണ് 20,000. ഇതാണ് ഇവിടുത്തെ ജേണൽ എൻട്രി ഉണ്ടാവുക. സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ ഒരു ജേണൽ എൻട്രിയും കൂടെ എഴുതാനുണ്ട്. ആ ജേണൽ എൻട്രി ഏതാണെന്ന് വെച്ചാൽ റിസർവ് ഫണ്ട് ഓൾറെഡി അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. റിസർവ് ഫണ്ട് ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ആ റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇത്ര കാലം ബിസിനസ് ചെയ്തായിട്ട് നമ്മളെന്താണ് ലാഭം ഇങ്ങനെ കൂട്ടി വെച്ച സാധനത്തിനാണ് നമ്മൾ റിസർവ് ഫണ്ട് എന്ന് പറയാം. അത് പുതിയ ആൾക്ക് എന്തല്ല അർഹതപ്പെട്ട സാധനമല്ല, പഴയ രണ്ടാളുകൾക്കും അർഹതപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് എന്താക്കണം? വിഹിതം വെച്ച് കൊടുക്കണം. വിഹിതം വെച്ച് കൊടുക്കുന്നത് ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിലാണ്. ഇവിടുത്തെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:1 തന്നെയാണ്. അപ്പം വീതം വെച്ച് കൊടുക്കുന്ന സമയത്ത് അവരുടെ ക്യാപിറ്റൽ എന്താവും? വർദ്ധിക്കും. പേര് നമ്മളിവിടെ തൽക്കാലം AS BS നാട്ടോ, വേറെന്തോ പേരാണ് ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കുക. ടു ജനറൽ റിസർവ്. ജനറൽ റിസർവിന് നമ്മളെന്താക്കി? ഡെബിറ്റ് ചെയ്തു. എത്രയാണുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ജനറൽ റിസർവ് 10,000 അല്ലേ? അപ്പോൾ 10,000 നമ്മൾ 4 ഭാഗമാക്കിയാൽ 10,000 ആണ്. 10,000 4 ഭാഗമാക്കിയാൽ 2,500 ഉണ്ടാവുക. അപ്പോൾ 2,500, 7,500, 2,500. ഓക്കെ, 7,500, 2,500. ഇതാണ് എന്തുണ്ടാവുക? ജേണൽ എൻട്രി ഉണ്ടാവുക. 3 ജേണൽ എൻട്രി നമ്മൾ എഴുതി. ആദ്യം എന്താക്കി? ക്യാപിറ്റലും ഗുഡ്വില്ലും കൂടെ കൊണ്ടുവന്നത്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന ഗുഡ്വില്ലിനെ അവരുടെ സാക്രിഫൈസ് റേഷ്യോയിൽ വിഹിതം വെച്ച് കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഓൾറെഡി ഉള്ള റിസർവിനെ നമ്മൾ എന്തായത് അവരെ ക്യാപിറ്റലിലേക്ക് മാറ്റി കൊടുത്തത്. ഓക്കെ. എത്ര മാർക്കാണ് നോക്കുക? 4 മാർക്കാണ്. വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന 4 മാർക്കാണ്, കളയരുത്. അടുത്ത ചോദ്യം വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിൽ ഗുഡ്വിൽ കാണാനുള്ളതാണ്, നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ. അടുത്ത ചോദ്യം ആവറേജ് പ്രോഫിറ്റിലും അതുപോലെ തന്നെ 3 years പർച്ചേസ് സൂപ്പർ പ്രോഫിറ്റിലും, ഇത് രണ്ടിലും കൂടെ കാണാനുള്ളതാണ്.